ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ തെരച്ചിൽ നടക്കുകയാണ്. ഇന്ന് നേവി കണ്ടെത്തിയ തെരച്ചിലിൽ ലോകഭാഗങ്ങളും മരത്തിൽ ചുറ്റിയ നിലയിൽ കയറും കണ്ടെത്തി. കയർ അർജുന്റെ ലോറിയുടേത് തന്നെയെന്ന് ലോറി ഉടമ മനാഫ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മൺകൂനയും കല്ലും തിരച്ചിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ തിരച്ചിലിനിടെ കണ്ടെത്തിയ കയറാണ്. അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് തന്നെ എന്ന് ഉടമ മനാഫ് പറയുന്നുണ്ട്. ലോകഭാഗങ്ങളുടെ കാര്യത്തിൽ പക്ഷേ അത്തരമൊരു സ്ഥിരീകരണം മനാഫ് നൽകുകയും ചെയ്യുന്നില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇത് ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കുന്നത് എന്തൊക്കെയാണ് അരുൺ? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേവിയുടെയും ഈശ്വർ മാൽപ്പയുടെയും അത് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേവി ഇപ്പോൾ നിലവിൽ കയർ കണ്ടെത്തിയിട്ടുള്ള ആ ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ ആ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉച്ചയ്ക്ക് ശേഷം അവർ ഒരു പോയിന്റിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. മറ്റൊരു പോയിന്റിലേക്കും അവരുടെ തെരച്ചിൽ മാറ്റിയിട്ടില്ല. കാരണം നിലവിൽ ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് അവരുടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അതായത് 2 മുങ്ങൽ വിദഗ്ധരുണ്ട്. അവർ ആ പോയിന്റിൽ റോപ്പ് കെട്ടി അവർ അടിത്തട്ടിലെത്തി വിശദമായ പരിശോധന ആ പോയിന്റിൽ നടത്തുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ നേവി ഔദ്യോഗികമായി വ്യക്തമാക്കിയത് അവർക്ക് 2 പോയിന്റുകൾ നിലവിലുണ്ട്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് അവരെ സംബന്ധിച്ച് ചില വിവരങ്ങളുണ്ട് എന്നതാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം മറ്റ് സ്പോട്ടുകളിൽ നമുക്ക് നേരത്തെ അറിയുന്ന പോലെ രാവിലെ മറ്റ് ചില സ്പോട്ടുകളിലും നേവി പരിശോധന, അവരുടെ പ്രാഥമിക പരിശോധനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവർ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് നേരത്തെ ഈ ലോഹഭാഗവും കയറും കണ്ടെത്തിയ ഇതേ സ്പോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവർ ഉച്ചയ്ക്ക് ശേഷം ഒരു പോയിന്റിൽ മാത്രമാണ് നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കരയോട് ഒരുപാട് അകലെയല്ലാത്ത ഒരു ഭാഗത്താണ്. മൺതിട്ടക്കും കരക്കും മധ്യയായിട്ടുള്ള ഒരു ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ നേവി അവർ അവിടെ സ്പോട്ട് ചെയ്തുകൊണ്ടാണ് നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി സൂം ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ക്യാമറമാൻ അത് സൂം ചെയ്താൽ അവർ നേവിയിലെ ഡൈവർ അത് ഇപ്പോൾ നിലവിൽ ഒരു ബോട്ടിലെ ഡൈവർ നിലവിൽ ഇപ്പോൾ വലതുവശത്ത് ഒരു നിമിഷം തുടരൂ അരുൺ. തെരച്ചിലിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് എത്തുമ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഹാഷ്മി, ഇപ്പോൾ ഈ പുതുതായി ചില ലോകഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം എങ്ങനെയാണ് ഹാഷ്മി? നേരത്തെ ഒരു കയറ് കണ്ടെത്തുന്നു, കയർ പീസ് കണ്ടെത്തുന്നു. ആ കയറ് ഈ ലോറിയിലുള്ള കെട്ടിയിരുന്ന കയറ് സ്ഥിരീകരിക്കുന്നു നാവിക സംഘം ലോറി ഉടമ മനാഫിനോട് ചോദിച്ച്. ആ മേഖല എന്ന് പറഞ്ഞാൽ അത് ഏകദേശം പുഴയുടെ മധ്യഭാഗത്തായി വരും എന്നുള്ളതാണ് നേരത്തെ ഡിഫൻസ് PR അവതരിപ്പുള്ള നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഭാഗത്തേക്ക് സീറോയിൻ ചെയ്ത് പരിശോധന നടത്തിയതിലാണ് ആ കയറിന്റെ എന്ന് പറഞ്ഞാൽ സേനാ സംഘം ആദ്യമായി അങ്ങോട്ടേക്ക് പോയി മുറിച്ചുകൊണ്ട് വന്ന കയറിന്റെ കൂടുതൽ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിപ്പോ ഈ തടിയിലും കുറെ അധികം ഡെബ്രീസിലുമായി കെട്ടുപണിഞ്ഞ് കിടക്കുന്ന കയറായിരുന്നു. ആ കയറിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ആ മേഖലയിൽ തന്നെ ഒരു പൽചക്രം, ഒരു ലോറിയുടേത് എന്ന് കരുതപ്പെടുന്ന ഈ പറഞ്ഞ ചക്രം ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അത് ലോറിയുടേതാണ് എന്ന ഒരു ത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിപ്പോൾ ലോറി ഓണർ മനാഫിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നേവി സംഘം എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതിൽ സംശയം ഉണ്ടാവാനുള്ള കാരണം ഈ ഗ്യാസ് ടാങ്കറിന്റെ ഭാഗം, ഈ ഗ്യാസ് ടാങ്കറും അതിനുള്ളിൽ തന്നെ ഉണ്ട്. ടാങ്കറിന്റെ ഏതെങ്കിലും ഭാഗമാണോ അത് എന്നുകൂടി അറിയാനുണ്ട്. നേരത്തെ ആ മെറ്റൽ സ്ട്രിപ്പ്, ആ നീളത്തിലുള്ള ഒരു ലോഹ തകിടിന്റെ ഭാഗം അത് ലോറിയുടേതല്ല, അത് ടാങ്കറിന്റേതാണ് എന്ന് ലോറി ഓണർ മനാഫ് നേരത്തെ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഭാഗം, ഈ കിട്ടിയിരിക്കുന്ന ഈ പൽചക്രം ഈ കടത്തുന്നതിന് ആ മേഖലയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അറിയാൻ കഴിയുന്നത്. അത് ലോറിയുടേതാണോ എന്നുകൂടി സ്ഥിരീകരിക്കണം. അത് ലോറിയുടേതാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഉറപ്പിച്ച് പറയാം ആ മൺകൂനയുടെ ആ ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ സ്പോട്ട് C എന്ന് പറയുന്നതിനും പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതിന് ഇടയിൽ ഭാഗത്തെ നടുപ്പായി ഇപ്പോൾ നാവികസേനാ സംഘാംഗങ്ങൾ ആവർത്തിച്ച് ഉച്ച കഴിയുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ അവിടെ റിക്കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ആ മേഖലയിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയും. അത് ഈ പൽചക്രം ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ കയർ എന്തായാലും തടി കയർ തന്നെയാണ് എന്നുള്ള നേരത്തെ അല്ലെങ്കിൽ നേവി ഡൈവർമാർ മുറിച്ചുകൊണ്ട് ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ ശിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോഴും ഈ തിരച്ചിൽ തുടരുകയാണല്ലോ. അതിനൊപ്പം വരുന്ന മറ്റൊരു വാർത്ത, ഈ ഡ്രഡ്ജർ അത് തിങ്കളാഴ്ച എത്തിക്കുമെന്ന് AK അഷ്റഫ് MLA യുടെ പ്രതികരണം കൂടി വരുന്നുണ്ടല്ലോ. അങ്കോളയിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഡ്രഡ്ജർ എത്തിക്കാനുള്ള ചെലവ് അത് ജില്ലാ ഭരണകൂടം വഹിക്കുമെന്നാണല്ലോ പറയുന്നത്. ഈ ഡ്രഡ്ജർ എവിടെ നിന്നാണ് എത്തിക്കുന്നത്? ഈ തിരച്ചിലിനൊപ്പം അവിടെ നടക്കുന്ന മറ്റ് കൂടിയാലോചനകളുടെ വിവരങ്ങൾ കൂടി അർജുൻ.
അരുൺ. ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗോവ ഇപ്പോഴും ശിരൂരിൽ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സംഘവും അവിടെയുണ്ട്. ഇപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് എന്ന് കരുതുന്ന ഒരു കയർ കണ്ടെത്തിയിട്ടുണ്ട്. ലോറിയിൽ ഉണ്ടായിരുന്ന കയറാണ് എന്ന് ഉടമ മനാഫ് പറയുന്നുണ്ട്. പക്ഷേ കണ്ടെത്തിയ ലോകഭാഗങ്ങൾ അത് തൻ്റെ ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. മറ്റു ചില ലോകഭാഗങ്ങൾ കൂടി ഇപ്പോൾ നാവികസേനയുടെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ സജീവമായിരുന്നു. നാവികസേനാ സംഘം കൂടി അവിടേക്ക് എത്തുകയുണ്ടായി. മണ്ണിനടിയിൽ ആ മരത്തിൽ കുടുങ്ങിയ നിലയിലാണ് ഈ കയർ കണ്ടെത്തിയത് എന്നാണ് നേവി പറയുന്നത്. നേവി തന്നെ ആ ചിത്രങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ലോറിയിലെ കയർ കണ്ടെത്തിയിട്ടുണ്ട്. ലോറി മണ്ണിനടിയിലാണോ അതോ ഒഴുകി നീങ്ങിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കയറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് തെരച്ചിൽ സംഘത്തിന്. ഇനി ലോറി എവിടെയാണ്, അതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോഴും ഈ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ? തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം കാണാം. നേവി ഇപ്പോൾ ഒരു പോയിന്റിൽ തന്നെ തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പുതിയ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നേവിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിലുള്ള ചില ലോഹഭാഗങ്ങൾ നേവി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ ഉടൻ തന്നെ കൈമാറുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം അവർ ഒരു പോയിന്റിൽ മാത്രമാണ് തെരച്ചിൽ നടത്തുക. അപ്പോൾ അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നേവി 2 ബോട്ടുകളിലായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. അതിൽ 2 ഡൈവർമാരുണ്ട്. അവർ മാറി മാറി അവർ ആ പുഴയുടെ അടിത്തട്ടിലെത്തി പരിശോധിക്കുകയാണ്. നിലവിൽ റോപ്പ് കെട്ടിയുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള തെരച്ചിൽ നടപടികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നടന്നത്. അതിലും ചില റിസൾട്ട് ഉണ്ടാകുന്നു എന്ന പുതിയ വിവരം ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. അത് നേവി തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ മൺതിട്ടയ്ക്കും കരഭാഗത്തിനും മധ്യയുള്ള നിലവിലിപ്പോൾ നേവി സ്ഥാനമുറപ്പിച്ചിട്ടുള്ള ആ പോയിന്റ് സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആ നേവി മറ്റൊരു സ്പോട്ടിലേക്കും പോകാതെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തെരച്ചിൽ നടത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവിടെ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഗമനം അവർക്കുണ്ടാകാം. നേരത്തെ അതായത് ബ്രേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പും, അതായത് അതിന് തൊട്ട് മുമ്പും 2 മണിക്കൂർ നേരം അതേ ഒരു പോയിന്റിൽ തന്നെയാണ്, അതിന് ഈ കരയോട് ചേർന്ന് ഈ മൺതിട്ടക്കും കരക്കും ഒരു മധ്യയുള്ള ഭാഗത്ത് തന്നെയാണ് അവർ തെരച്ചിൽ നടത്തിയത്. അവിടെ നിന്ന് നേരത്തെ കയറും ഉൾപ്പെടെയുള്ള ഈ ലോഹഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും അവർ തെരച്ചിൽ നടത്താൻ നേരെ എത്തിയത് ആ പോയിന്റിൽ തന്നെയാണ്. നേരത്തെ നേവി തന്നെ ഔദ്യോഗികം അറിയിച്ചതുപോലെ അവർക്ക് 2 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ നടത്തുമെന്നാണ്. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് 2 ബോട്ടുകളും അതിൽ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു. അവിടെ ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ പുതിയ കയർ കണ്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ നേവിയെ സംബന്ധിച്ച് അതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നു എന്നതാണ്. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ അടിത്തട്ടിലെത്തിയിട്ടുള്ള പരിശോധനക്ക് അവർക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന കാര്യം സംശയമാണ്. നേരത്തെ അതിനുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ദൗത്യ സംഘം തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേവി സംഘത്തിന്റെ തിരച്ചിൽ ഇപ്പോഴും ഗംഗാവലി പുഴയിൽ നടക്കുന്നുണ്ട്. കൂടുതൽ ദൂരത്തേക്ക് അവരെത്തി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈശ്വർ മാൽപ്പയും സംഘവും രാവിലെ മുതൽ തന്നെ അവിടെ തിരച്ചിലിന്റെ ഭാഗമായി സജീവമായി തന്നെ ഉണ്ടായിരുന്നു. നേവി സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആ പുഴയിൽ അത് മരത്തിൽ കുടുങ്ങിയ നിലയിൽ ഒരു കയറാണ്. അത് അർജുൻ ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന കയർ എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ലോറി ഉടമയായ മനാഫ്.